ഹേ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പം ഞാൻ ആദ്യമായിട്ട് ഇന്നൊരു വണ്ടിയുടെ റിവ്യൂ എടുക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇന്ന് വണ്ടി റിവീൽ ചെയ്തതേ ഉള്ളൂ. സത്യത്തിൽ ഇന്നല്ല റിവീൽ ചെയ്തത്, ഇന്നലെയാണ് റിവീൽ ചെയ്തത്. വീഡിയോ ഇടാൻ ലേറ്റ് ആയതാണ്. അപ്പോൾ വണ്ടി നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്. വണ്ടി അന്ന് റിവീലാക്കിയതേ ഉള്ളൂ. മീറ്റപ്പ് വെച്ച് വണ്ടി റിവീലാക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല, ഭയങ്കര ക്രൗഡൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് അങ്ങനെ PM ആയിട്ട് ചോദിച്ചു. അപ്പോഴത്തേക്കും പുള്ളി വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പം വരും ഉടനെ. അപ്പോൾ നമ്മുടെ M5 ചെറുക്കനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. വണ്ടി തിളങ്ങുന്ന നോക്ക് ഗൈസ്, നല്ല അടിപൊളിയായിട്ട് വണ്ടി തിളങ്ങി നിൽക്കുകയാണ്. അപ്പോൾ പുള്ളിയെ ഇപ്പം മെസ്സേജ് അയച്ച് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ഓൾറെഡി ഞങ്ങളൊരു വണ്ടി റിവീൽ കഴിഞ്ഞ് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പുള്ളിയോട് ചോദിച്ചപ്പോൾ പുള്ളി സ്പോട്ടിൽ തന്നെ മറുപടി പറഞ്ഞു വരാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി ഇപ്പോൾ ഉടനെ വരും നമ്മുടെ വണ്ടിയായിട്ട്. എന്താ പറയുക, നല്ല പോലെ വർക്ക് ചെയ്ത ഒരു വണ്ടിയാണ് ഗൈസ്. പുള്ളിയത് എനിക്ക് തോന്നുന്നില്ല ഗൈസ്, എനിക്ക് തോന്നുന്നു പുള്ളിയാണത് ചെയ്തതെന്ന് തോന്നുന്നു, അറിയത്തില്ല. നമുക്ക് വന്നിട്ട് ചോദിക്കാം, വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് വന്നിട്ടറിയാം ഗൈസ്. അപ്പം പുള്ളി ഉടനെ വരും, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വണ്ടി ഇങ്ങനെ ഇട്ടേക്കാണ് ഗൈസ്. നമ്മൾ പുതിയ നമ്പർ പ്ലേറ്റൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ കുറച്ച് നാൾ മുമ്പ് സെറ്റാക്കിയതാണ് ഗൈസ്. ഈ വണ്ടിയുടെ കളറ് പിന്നെ നമ്മൾ ഇന്നങ്ങ് ചേഞ്ച് ആക്കി. ഇനി തൊട്ട് ഈ കളറായിരിക്കും ചിലപ്പം ഗൈസ് ഈ വണ്ടിക്ക്. നോക്കി ഗൈസ്. അപ്പം നമ്മുടെ ആൾ വന്നിട്ടുണ്ട്. പുള്ളി ഗൈസ് അങ്ങപ്പുറത്താണ് നിൽക്കുന്നത് ഗൈസ്. അപ്പോൾ നമുക്ക് പറയാം, ഇങ്ങ് വരാൻ പറയാം. ബ്രോ എന്ന് അയച്ചിട്ടുണ്ട്, നമുക്ക് ഇങ്ങോട്ട് വരാൻ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ആകുമ്പോൾ ഗൈസ് വീഡിയോ എടുക്കാനൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ട്, ഒരു പമ്പൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഫുൾ റോഡല്ലേ ഗൈസ്. അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. ഇതാകുമ്പോൾ നമുക്കിവിടെ പമ്പൊക്കെ ആയിട്ട് സെറ്റ് കയറ്റിയിട്ട് നിന്ന് വീഡിയോ എടുക്കാം, വണ്ടി ഫുള്ള് കാണിക്കാം ഗൈസ്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മുടെ ആളിപ്പം വരും. വണ്ടി ഏതാണെന്ന് നിങ്ങൾ കാണുന്നതിന് മുമ്പ് ഒന്ന് ഗസ് ചെയ്യുവാണെങ്കിൽ നൈസായിരിക്കും ഗൈസ്. അപ്പോൾ കാണുന്നതിന് മുമ്പ് ഗസ് ചെയ്തിട്ട് ആ വണ്ടിയാണെന്ന് നമുക്കറിയാമല്ലോ. ഇടുക്കാച്ചേരി വണ്ടിയാണ് ഗൈസ്. ഞാൻ ആ വണ്ടി ഓൾറെഡി കണ്ടു. അപ്പോൾ കണ്ടൻറ്റിന് വേണ്ടി നമ്മൾ ചോദിച്ചപ്പം മീറ്റപ്പിന് വരാമോ എന്ന്, മീറ്റപ്പല്ല ചെറിയൊരു റിവ്യൂ എടുക്കാൻ വേണ്ടി വരാമോ എന്ന്. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഷോട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് വാ. ഫൈനലി അയാൾ വന്നതൊരു ഡിഫൻഡറിലാണ് സാർ. അത് ഡിഫൻഡർ തന്നെയായിരുന്നു നിനക്ക് എങ്ങനെ മനസ്സിലായി? ഫ്രം മൈ ടച്ച്. എൻ്റെ ഇച്ഛാനും ഒരു ഡിഫൻഡർ ഉണ്ട് ഗൈസ്. അപ്പോൾ ആ ഒരു ചെറിയ ഷോട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പം ഒത്തിരി മ്യൂസിക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കോപ്പിറൈറ്റ് അടിക്കും, അതാണ് നമ്മൾ ഒത്തിരി മ്യൂസിക് ഇടാഞ്ഞത് ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഡിഫൻഡറാണ് ഗൈസ്. മോനെ ഒരു രക്ഷയില്ല വണ്ടി കാണാൻ. ആ ഡിഫൻഡർ വണ്ടി ആകെ മൊത്തം മാറ്റിമറിച്ച ഒരു ഇതാണ് ഗൈസ് വണ്ടി എന്ന് പറയാനുള്ളത്. എൻ്റെ മോനെ ആ സൈഡ് ഗ്രാഫിക്സൊക്കെ കാണുക ഗൈസ്. ഇത് എനിക്ക് തോന്നുന്നത് പുള്ളി ആർമോ എല്ലാം കൊടുത്ത് ചെയ്യിച്ചാന്ന് തോന്നുന്നു. അടിപൊളി ഗൈസ് വണ്ടിയുടെ വർക്കെന്ന് പറഞ്ഞാൽ. നോക്ക് എന്ത് ഫിനിഷിങ്ങാന്ന് നോക്കി. എനിക്ക് ഇതിൻ്റെ ഫിനിഷിങ്ങാണ് ഗൈസ് മെയിനായിട്ട് ഹൈലൈറ്റായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിൻ്റെ അലോയും ടയറും മോനെ സീൻ സാധനം. എൻ്റെ പൊന്നി ഗൈസ്, ഇതിൻ്റെ പുറമൊക്കെ കാണണം നിങ്ങൾ. ആ ഒരു വർക്ക് ചെയ്ത ആരാണേലും ഒരു ബിഗ് സല്യൂട്ട് ഗൈസ്. ഇത്രയും വണ്ടി അടിപൊളിയാക്കിയതിന്. ഞാൻ ആദ്യം ഇത് റിവീലിങ്ങിൻ്റെ വീഡിയോ വെച്ചപ്പോഴത്തേക്കും എനിക്കാദ്യം മനസ്സിലായില്ല ഗൈസ് ഏതാ വണ്ടിന്ന്. അപ്പം ബ്രോ ഇങ്ങനെ ഒരു വണ്ടി എടുത്തുകൊണ്ട് വന്നു. ഞാൻ ഫ്രണ്ടിൽ നിന്ന് നോക്കിയപ്പോഴത്തേക്കും പ്രോപ്പർ ഒരു ഡിഫൻഡർ ഗൈസ്. അതിൻ്റെ സൈഡും ബായ്ക്കുമാണ് കാണേണ്ടത് ശരിക്കും പറഞ്ഞാൽ. ആ വിൻഡോയെ വരെ കയറ്റിയാണ് ഗൈസ് അത് പണിതിരിക്കുന്നത്. ഫുള്ള് വണ്ടി എന്ന് പറഞ്ഞത് ഒരു നീറ്റ് വണ്ടി, ഒത്തിരി ഓവറായിട്ട് പണിതിട്ടുമില്ല. അപ്പം നമുക്ക് വണ്ടി ഒന്ന് ജസ്റ്റ് ഓടിച്ച് നോക്കാം. അപ്പോൾ പുള്ളി അൺലോക്കൊക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ ഗൈസ്. ഇൻഡിക്കേറ്ററൊക്കെ ആ ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇടുമ്പോൾ നല്ലൊരു ബ്ലാക്കും കൂടി ആയതുകൊണ്ട് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും വണ്ടി ഫുൾ അങ്ങോട്ട് ഇതാവും ഗൈസ്. അപ്പോൾ നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം ഗൈസ്. വണ്ടി അടിപൊളിയാണ് ഗൈസ്, ഒരു രക്ഷയില്ല. എന്താ പറയുക, പ്രോപ്പർ സെറ്റാണ് ഗൈസ് വണ്ടി. ഇൻറ്റീരിയർ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു കേട്ടോ ബ്രോ. സാരമില്ല, നമുക്ക് കുഴപ്പമില്ല ഗൈസ്. നമുക്കിപ്പം
സാരമില്ല ഗൈസ്, ഇൻറ്റീരിയർ പുള്ളി ഡൗൺലോഡ് ചെയ്യാൻ മറന്നു പോയതായിരിക്കും. അപ്പം ഗൈസ് അത് കുഴപ്പമില്ല, നമുക്ക് മറ്റേ വ്യൂ ഇട്ട് തന്നെ ഓടിക്കാം. അപ്പം വണ്ടി സെറ്റാണ് ഗൈസ്. പുള്ളിയുടെ നമ്പർ പ്ലേറ്റൊക്കെ ടാഗ് പോലെ അടിച്ചിട്ടുണ്ട്, സൈറക്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. സൈറക്സ് എന്നാണ് കറക്റ്റ് പേര് എനിക്ക് അറിയത്തില്ല ഗൈസ്. അപ്പോൾ ഞാൻ വിളിച്ചപ്പം ബ്രോ വണ്ടി തരാമെന്ന് പറഞ്ഞു റിവ്യൂ എടുക്കാൻ. അത് തന്നെ വലിയൊരു താങ്ക്സ് ബ്രോ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക്സ്. വണ്ടി അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് നമ്മുടെ M5 ചെറുക്കൻ്റെ അടുത്തോട്ട് കൊണ്ട് ഇവനെയും കൂടെ അങ്ങ് ഇടാം. പുള്ളി ബ്രോ താണ്ട് ഇവിടെ തന്നെ നിൽപ്പുണ്ട് നമ്മുടെ വണ്ടിയുടെ അടുത്ത്. നമുക്ക് ഈ വണ്ടി അങ്ങോട്ട് ബാക്കിലോട്ട് കയറ്റി പാർക്ക് ചെയ്യാം കേട്ടോ. നമുക്ക് വണ്ടി നല്ല കുതിപ്പാണ് ഗൈസ്, ത്രോട്ട് കൊടുത്താൽ മതി അന്നേരം വണ്ടിയും കുതിക്കുക ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ കയറ്റി നമ്മുടെ വണ്ടി അങ്ങ് ഇടാം. ഓഫ് റോഡാണ് ഗൈസ്, ഫുള്ളി ഓഫ് റോഡുടെ വണ്ടിയാണിത്. നല്ല അതുപോലെയാണ് പണിതേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഓഫ് റോഡ് ടയറൊക്കെയാണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ ഓണർ ഇവിടെ നിൽപ്പുണ്ട്. ഓണറോട് അതാണ് നമ്മുടെ ഓണർ കേട്ടോ ഗൈസ്. അപ്പോൾ സൈറക്സ് എന്ന് പറയുന്ന പുള്ളി ഇതാണ്, സീറോക്സ് എന്നാണ് ഗൈസ് പുള്ളിയുടെ പേര്. അപ്പോൾ നമ്മുടെ ടീമിലുള്ളൊരു ആൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് പുള്ളിയോട് ചോദിക്കാം ഇത് എത്ര ദിവസം എടുത്തെന്ന് ചോദിക്കാം വണ്ടിയുടെ വർക്ക് ചെയ്യാൻ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഗൈസ് പുള്ളി ചെയ്തേന്ന് തോന്നുന്നു. നമുക്ക് ചോദിച്ചു നോക്കാം എത്ര ഡേ എടുത്തു വർക്ക് ചെയ്യാൻ ചോദിക്കാം ഗൈസ്. അപ്പോൾ ബ്രോ കഴിഞ്ഞോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഗൈസ്. പുള്ളിക്ക് എന്തോ തിരക്കാന്ന് തോന്നുന്നു. മാത്രമല്ല ഗൈസ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് തോന്നുന്നു 8:30-9 മണിയൊക്കെ ആയപ്പോഴായിരിക്കും. അപ്പോൾ എന്തോ പുള്ളിക്ക് തിരക്കാണ് ഗൈസ്, എന്തോ വർക്കൊക്കെ ചെയ്യുന്ന ആളാന്ന് തോന്നുന്നു. ഇപ്പോൾ ഞാൻ ചെയ്തതല്ല എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുള്ളി ചെയ്ത വർക്കല്ലായിരിക്കും. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ 2 ചെറുക്കന്മാരും കൂടെ ഇവിടെ കിടക്കുന്നുണ്ട്, തിളങ്ങി കിടക്കുവാണ് ഗൈസ്. രണ്ടും കൂടെ നല്ലൊരു ഇതാണ് ഗൈസ് കാണാൻ. ഞാനും കൂടെ ഒരു ഡിഫൻഡർ എടുത്തുകൊണ്ട് വരേണ്ടതായിരുന്നു, പക്ഷേ അന്നേരം ആ ഒരു ലെവല് കറക്റ്റ് ആയേനെ. ഇതിപ്പോൾ ബ്രോയിൻ്റെ വണ്ടി ഡിഫൻഡർ പൊങ്ങി നിൽക്കുന്നു, നമ്മുടെ താന്ന് നിൽക്കുവാണ്. അപ്പം നമ്മൾ ഡിഫൻഡർ എടുത്തുകൊണ്ട് വരികയാണെങ്കിൽ നമ്മൾ സെറ്റായേനെ ഗൈസ്. നമ്മുടെ ഡിഫൻഡറിൽ ഇച്ചിരി വർക്കൊക്കെ ചെയ്യണം, അതൊക്കെ എങ്ങനെയാണെന്നൊന്നും സെറ്റായിട്ടില്ല. അപ്പോൾ ഇതാണ് ഗൈസ് 2 ചെറുക്കന്മാരുടെ കിടക്കുന്നുണ്ടല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ബ്രോ ഇവിടെ നിൽപ്പുണ്ട്. എന്താ പറയുക, ഒത്തിരി സന്തോഷം. എൻ്റെ ഫസ്റ്റ് വേറെ പുറത്തുനിന്നൊരു വണ്ടി എടുത്ത ഫസ്റ്റ് റിവ്യൂ ആണ് ഗൈസ് ഈ വണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് കഴിഞ്ഞെന്ന് പറയാം. കഴിഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ട് ബ്രോ എന്നോട്. അപ്പോൾ ഒരു താങ്ക്സ് പറഞ്ഞേക്കാം കേട്ടോ. ഇപ്പോൾ ഗൈസ് ഈ ചെറിയൊരു വീഡിയോ കൂടെ കൊണ്ട് വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.